നമസ്തേ. നമ്മളും ചെയ്യാൻ പോകുന്നത് ശലഭാസനാണ്. പല ആളുകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. അതിൽ നിന്നും മുക്തി നേടാനുള്ള യോഗയിലെ ഏറ്റവും മികച്ച ഒരു പരിഹാര മാർഗം തന്നെയാണ് ശലഭാസനം. അത് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ശലഭാസനത്തിന് മറ്റു ഒട്ടനേകം ഗുണങ്ങളും ഉണ്ട്. നമ്മുടെ നടുവേദന സുഖപ്പെടാനും അതുപോലെ തന്നെ കാലിൻ്റെ മസിൽസിന് സ്ട്രെങ്ത് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ശലഭാസന. അതുപോലെ പറയാനുള്ളത്, ഹെർണിയ ഉള്ള ആളുകൾ ഇത് ചെയ്യാൻ പാടില്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ചെയ്യുന്ന രീതി കാണിക്കാം. നമ്മൾ ഇതുപോലെ കമിഴ്ന്നാണ് കിടക്കേണ്ടത്. കമിഴ്ന്ന് കിടക്കുമ്പോൾ നമ്മുടെ ഇരു കൈകളും ബോഡി ഉയർത്തി ബോഡിക്ക് അടിയിലേട്ട് വെക്കണം. താടി താഴെ വെക്കുക. ശ്വാസം അകത്തേക്കെടുത്ത് വലത് കാല് മെല്ലെ ഉയർത്തുക. ഈ ഒരു ഗതിയിലെത്തി കഴിഞ്ഞാൽ ഇടത് കാൽ കൊണ്ട് വലത് കാലിനെ സപ്പോർട്ട് ചെയ്ത് താങ്ങി നിർത്തുക. 10 ഡീപ്പ് ബ്രീത്തിങ് ആണ്. 10 ദീർഘശ്വസനം അഥവാ 30 സെക്കൻഡ് ഡീപ്പ് ബ്രീത്തിങ്. ശേഷം മാറ്റി വലത് കാല് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരിക. ഇതുപോലെ തന്നെ ഇടത് കാലും ചെയ്യുക. നേരത്തെ പറഞ്ഞ പ്രകാരം 10 ഡീപ്പ് ബ്രീത്തിങ്ങിന് ശേഷം മെല്ലെ കാല് റിലീസ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണ ശലഭാസനയിലേക്ക് വരാം. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അർദ്ധ ശലഭാസനം ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമൊക്കെ പൂർണ്ണ ശലഭാസനയിലേക്ക് വന്നാൽ മതി. അതിൻ്റെ രീതി ഒന്ന് കാണിക്കാം. നമ്മൾ ഇരു കൈകളും കാലിനടിയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ വെക്കുക. താടിയെല്ല് മാറ്റിൽ വെക്കുക. നമ്മുടെ കൈകൾ കൊണ്ട് കാലിനെ ഉയർത്തിപ്പിടിക്കുക. കൈകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് കാൽ ഉയർത്തേണ്ടത്. ഇതുപോലെ 10 ഡീപ്പ് ബ്രീത്തിങ് ശേഷം മെല്ലെ തിരിച്ചു വരിക. ഇങ്ങനെയാണ് ശലഭാസന ചെയ്യുന്ന രീതി. താങ്ക് യു.